പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അരനൂറ്റാണ്ടായി മലയാള സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന NS മാധവൻ മലയാള ചെറുകഥയുടെ ഭാവുകത്വത്തെ പുതുക്കി നിർണയിച്ച എഴുത്തുകാരനാണ്. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സംഘർഷങ്ങളെ ഭാവാത്മകമായി അടയാളപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ രചനകളിൽ സവിശേഷമായ രാഷ്ട്രീയ ജാഗ്രതയുണ്ട്. ഫാസിസത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും ആദ്യ ചലനങ്ങളെ പോലും തിരിച്ചറിയാനും സർഗാത്മകമായി അവയെ പ്രതിരോധിക്കാനുമുള്ള സംവേദനക്ഷമതയുണ്ട്. ഹിഗിറ്റയും തിരുത്തും കാണിയുമെല്ലാം മലയാള ചെറുകഥയുടെ സൗന്ദര്യാത്മക മാതൃകകളെന്ന പോലെ ഈ സൂക്ഷ്മ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്താനുള്ള സാഹിത്യത്തിൻ്റെ പ്രതിബദ്ധതയുടെ നിദർശനങ്ങൾ കൂടിയാണ്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും സമഗ്ര സംഭാവനകൾ അർപ്പിച്ച ഗുരുസ്ഥാനീയരായ എഴുത്തുകാരെ ആദരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നൽകി വരുന്ന 2024 എഴുത്തച്ഛൻ പുരസ്കാരം മലയാളത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ശ്രീ NS മാധവന് സമർപ്പിക്കുന്ന ചടങ്ങ് ഇവിടെ സമാരംഭിക്കുകയാണ്. ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ IAS സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ സംപൂജ്യർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഏറെ സവിശേഷമായുള്ള ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാനാണ് നാം ഓരോരുത്തരും ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന സമാദരണീയരായ ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം അർപ്പിക്കുക എന്നുള്ള എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകളാണ്. അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള പ്രസന്നമായ സാന്നിധ്യത്തിനും ഒപ്പം പ്രയത്നത്തിൻ്റെയും ഒക്കെ ഒരു ഫലമാണ് ഇന്നത്തെ ഈ ദിവസം എന്നുള്ളത് സമ്മതിക്കാതെ വയ്യ. അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം നമ്മുടെ ഇടയിലേക്ക്, അദ്ദേഹത്തിൻ്റെ സ്വന്തം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. സത്യത്തിനോതൊരു തപമില്ല പോൽ, ആത്മശാന്തി പോൽ, ബന്ധുവേറില്ല പോൽ എന്ന കവിവാചകത്തിന് അന്വർത്ഥമാക്കിക്കൊണ്ട് നമ്മുടെ നാടിനെ, കേരള സംസ്കാരത്തെ പുനർനിർവചിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ് ഇന്നത്തെ മുഖ്യാതിഥിയും നമ്മുടെ ഈ പുരസ്കാര സമർപ്പണത്തിനായി നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറെ സ്നേഹാദരങ്ങളോടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും നാമധേയത്തിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ ഇവിടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തുടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിൻ തണ്ടേ എൻ മഷിപ്പാത്രം എന്ന കവിവാചകത്തിന് ഉയിരേകിയ ഒരു എഴുത്തുകാരനാണ് ശ്രീ NS മാധവൻ എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഏത് കാരണം കൊണ്ടും ഇത്രയും വിലപ്പെട്ട, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നാം നെഞ്ചിലേറ്റുന്ന ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് ഈ കൊല്ലത്തെ യോഗ്യത നേടിയിരിക്കുന്നത് അദ്ദേഹമാണ് എന്നുള്ളതിൽ നമുക്കേവർക്കും, അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാരായിട്ടുള്ള, സ്നേഹിതകളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. തുടർന്നും കേരള ജനതയെ, വായനക്കാരെ മുൻപോട്ട് വെളിച്ചത്തിൻ്റെ പാതയിൽ നയിക്കുവാൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിനും സംഭാവനകൾക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ശ്രീ NS മാധവൻ അവർകളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ MLA ശ്രീ ആൻ്റണി രാജു അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ സ്പന്ദനം എന്താണെന്ന് അറിഞ്ഞു പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് ഏറെ സ്നേഹത്തോടു കൂടി നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം. കേരള സാഹിത്യ അക്കാദമി എന്നുള്ള വൻ സ്ഥാപനത്തിന് ചുക്കാൻ പിടിക്കുന്ന സെക്രട്ടറി ശ്രീ CP അബൂബക്കർ അവർകൾ ഇവിടെ നന്ദി പറയുവാനായി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു പുരസ്കാര വിതരണ ചടങ്ങിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു സംഘത്തിൻ്റെ തലവനാണ് എന്നുള്ളത് വിസ്മരിക്കാതെ അദ്ദേഹത്തെയും കേരള സാഹിത്യ അക്കാദമിയുടെ എല്ലാ അംഗങ്ങളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ
ഏറെ പ്രിയങ്കരിയായ ചീഫ് സെക്രട്ടറി നമ്മുടെ സ്വന്തം ശാരദാ മാഡം, ശ്രീമതി ശാരദാ മുരളീധരൻ IAS അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാഡമാണ് ഇന്ന് പ്രശസ്തി പത്രം വായിക്കുന്നത്. മാഡത്തിൻ്റെ നിരന്തരമായിട്ടുള്ള മാർഗദർശനം ഞങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകിച്ച് ഒരു വലിയ ഉത്തേജനമാണ് എന്നുള്ളത് എടുത്തു പറയുവാൻ ഈ ഒരു വേദി ഞാൻ വിനിയോഗിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ ആദരവോടെ മാഡത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിയെപ്പോലെ തന്നെ സദസ്സും ഏറെ സവിശേഷമാണ് ഇന്ന് എന്നെനിക്കറിയാം. പേരെടുത്ത് പറയാതിരിക്കുന്നതിൽ ക്ഷമിക്കുക. എന്നാൽ ശ്രീ NS മാധവനോടൊപ്പം എത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഒറ്റ വാക്കിൽ ഇവിടെ എത്തിയിരിക്കുന്ന മറ്റെല്ലാ വിശിഷ്ട വ്യക്തികളെയും മാധ്യമപ്രവർത്തകരെയും ഉൾപ്പെടെയുള്ള എല്ലാവരെയും സവിനയം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാംസ്കാരിക യുവജനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകൾ, ശ്രീ ആൻ്റണി രാജു MLA, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും നൽകിയ അമൂല്യ സംഭാവനകളെ സമാദരിച്ചുകൊണ്ടാണ് ഭാഷാപിതാവിൻ്റെ പേരിൽ കേരള സർക്കാർ നൽകി വരുന്ന എഴുത്തച്ഛൻ പുരസ്കാരം ബഹുമാന്യ NS മാധവന് നൽകുന്നു. ദീർഘമായ സംഭാഷണത്തിലേക്ക് പോകുന്നില്ല. ഈ പുരസ്കാരം നൽകിക്കൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. പ്രശസ്തിപത്ര വായനയ്ക്കായി ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദാ മുരളീധരൻ IASനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. എഴുത്തച്ഛൻ പുരസ്കാരം 2024 പ്രശസ്തി പത്രം ശ്രീ NS മാധവൻ. ചെറുകഥാകൃത്ത്, ഉപന്യാസകാരൻ, നോവലിസ്റ്റ്, കോളംനിസ്റ്റ് തുടങ്ങിയ നിലകളിൽ ദശാബ്ദങ്ങളായി കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന എഴുത്തുകാരനാണ് NS മാധവൻ. ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും നിശിതമായും സൂക്ഷ്മമായ നർമ്മബോധത്തോടെയും തെളിഞ്ഞ ഉൾക്കാഴ്ചയോടെയും ആവിഷ്കരിക്കുന്ന അദ്ദേഹം കേരളത്തിലും പുറത്തുമുള്ള രാഷ്ട്രീയ സ്ഥല രാശിയുമായി നിരന്തരം സർഗാത്മകമായി ഇടപെടുന്ന ഒരു സാഹിത്യകാരനാണ്. മലയാള ചെറുകഥയെ ഒരു പാൻ ഇന്ത്യൻ അനുഭവത്തിലേക്ക് ഉയർത്തിയ എഴുത്തുകാരൻ എന്ന നിലയിൽ NS മാധവൻ്റെ ഇടം സവിശേഷമാണ്. സ്ഥലകാലങ്ങളുടെ പരിമിതികൾ ഇല്ലാത്ത ഇതിവൃത്തങ്ങളിലൂടെ, ഏത് ലോകത്തെയും തൊടുന്ന രാഷ്ട്രീയ ദർശനങ്ങളുടെ, ഏത് മനുഷ്യനും ഹൃദയത്തിൽ ഏറ്റാനാവുന്ന ആഖ്യാനത്തിലൂടെ അദ്ദേഹം ചെറുകഥയുടെ ഭാവുകത്വത്തെ പുതുക്കി പണിതും വൈയക്തികതയെ വിശാലമായ സാമൂഹിക അനുഭവങ്ങളിലേക്ക് പടർത്തിവിടുകയും സമകാലിക ജീവിതത്തോടുള്ള ഒരു വ്യക്തിയുടെയും എഴുത്തുകാരൻ്റെയും പ്രതിബദ്ധതയെ തികഞ്ഞ ജാഗ്രതയോടെ ആവിഷ്കരിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് അദ്ദേഹം. പ്രാദേശികതയിൽ വേരുറച്ചു നിൽക്കുമ്പോഴും ആഗോളീയ അനുഭവങ്ങളായി മാറുന്ന ഇതിവൃത്തങ്ങളും യാഥാർത്ഥ്യത്തിൻ്റെ ഭൂമികയിൽ നിന്ന് സൂക്ഷ്മമായ ഭ്രമാത്മകതകളിലേക്ക് സഞ്ചരിക്കുന്ന ആഖ്യാനവും അദ്ദേഹത്തിൻ്റെ രചനകളെ സവിശേഷമാക്കുന്നു. ഹിഗുറ്റയും തിരുത്തും കാണിയും ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനികളും ഒക്കെ മലയാളികളുടെ വായനയ്ക്ക് സൗന്ദര്യാത്മകവും ബൗദ്ധികവുമായ പുതിയ ഉണർവ് നൽകി. ഫാഷിസത്തിൻ്റെയും വർഗീയതയുടെയും ആദ്യചലങ്ങളെപ്പോലും തിരിച്ചറിയാനും അവയെ സർഗാത്മകമായി പ്രതിരോധിക്കാനും NS മാധവൻ തികഞ്ഞ ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. രാഷ്ട്രീയത്തെ സാഹിത്യത്തിന് അന്യമായ ഒരു പരിസരമായി ഒരിക്കലും അദ്ദേഹം കണ്ടിരുന്നില്ല. സമൃദ്ധവും നിരവധി അടരുകൾ ഉള്ളതും കാവ്യാത്മകവുമാണ് NS മാധവൻ്റെ രചനാശൈലി. അതിവൈകാരികതയോ അതിസങ്കീർണതയോ ഇല്ലാതെ സ്വത്വവും പ്രതിരോധവും മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളുമെല്ലാം ഉൾപ്പെടുന്ന ഇതിവൃത്തങ്ങളെ അദ്ദേഹം പരിചരിക്കുന്നു. ആഖ്യാനത്തിൻ്റെ സ്ഥായി രൂപങ്ങളെ മുറിച്ചു കടന്ന് സ്വന്തം ഭാഷയെയും ശൈലിയെയും
നവീകരിക്കുന്ന അദ്ദേഹം മലയാളം ചെറുകഥയെക്കൂടിയാണ് പുതിയ വഴികളിലൂടെ നടത്തിച്ചത്. ആധുനിക മലയാള ചെറുകഥയുടെ രൂപഭാവങ്ങളെ നിർവചിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്തൂലമാണ്. NS മാധവൻ്റെ ദശാബ്ദങ്ങൾ നീളുന്ന സർഗാത്മക സംഭാവനകളെ സമാദരിച്ചുകൊണ്ട് ഭാഷാപിതാവിൻ്റെ നാമധേയത്തിൽ കേരള സർക്കാർ നൽകി വരുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം സവിനയം സാഭിമാനം അദ്ദേഹത്തിന് സമർപ്പിക്കുന്നു. സജി ചെറിയാൻ ബഹുമാനപ്പെട്ട മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ഡോക്ടർ രാജൻ ഖോബ്രഗഡെ. അടുത്തതായി പുരസ്കാര സമർപ്പണമാണ്. പുരസ്കാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആദരണീയനായ ശ്രീ പിണറായി വിജയനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുരസ്കാരം സ്വീകരിക്കുന്നതിനു വേണ്ടി ശ്രീ NS മാധവനെയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. സഹോദരീ സഹോദരന്മാർ, എഴുത്തച്ഛൻ പുരസ്കാരം ശ്രീ NS മാധവന് സമ്മാനിക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. മലയാളത്തിൻ്റെ മഹാഗുരു തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പാവനസ്മരണ മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാർ ഈ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. തൻ്റെ രചനകളിലൂടെ ഭാഷയെ അടിമുടി പരിഷ്കരിച്ച കവിയാണ് എഴുത്തച്ഛൻ. എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ ഒരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. എഴുത്തച്ഛന് മുൻപും നല്ല മലയാളം ഉണ്ടായിരുന്നു. ചെറുശ്ശേരിയുടെയും മറ്റും രചനകളിൽ കാണുന്നതുപോലെ. പിന്നെ എന്തുകൊണ്ടാവാം മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? സംസ്കൃത ബഹുലമായ മണിപ്രവാളത്തെയും തമിഴ് പദബാഹുല്യമുള്ള പാട്ടുപ്രസ്ഥാനത്തെയും കേരളത്തിൻ്റെ തനത് നാടോടി ഗാന പാരമ്പര്യത്തെയും സംയോജിപ്പിച്ച് കേരള ഭാഷയെ മാനവീകരിച്ചതുകൊണ്ടാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായി തീർന്നത്. എഴുത്തച്ഛൻ്റെ എഴുത്തിലെ ആ ഭാഷാക്രമ കണക്കാണ് മലയാളം ഇപ്പോഴും തുടർന്നു പോരുന്നത്. മലയാള ഭാഷ സംസാരിക്കുന്ന ഭൂപ്രദേശമെന്ന നിലക്കും സഹ്യപർവ്വതത്തിനിപ്പുറത്തുള്ള തീരദേശം എന്ന നിലക്കും കേരളത്തിന് ഒരു ഏകത പണ്ടേ ഉണ്ടായിരുന്നു. എങ്കിലും ഈ നാടിന് അതുവരെ ഇല്ലാത്ത ഒരു ഭാവ ഐക്യം പ്രദാനം ചെയ്തത് എഴുത്തച്ഛനാണ്. രാമായണങ്ങളിൽ ഏറ്റവും സ്വീകാര്യതയും ജനകീയതയും എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിനുണ്ടായതിൻ്റെ കാരണവും ഇതുതന്നെ. എഴുത്തച്ഛൻ്റെ കാവ്യകലയ്ക്ക് വളരെ സവിശേഷമായ പ്രേരണാശക്തി ഉണ്ടെന്നതും എടുത്തു പറയേണ്ടതാണ്. തത്വചിന്താപരമായ ഉൽപ്പതിഷ്ഠിതാപരമായ ഒരുപാട് ആശയങ്ങൾ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ജീർണിച്ച നാടുവാഴിത്ത കാലത്ത് ജീവിച്ച എഴുത്തച്ഛൻ ഭക്തിയിലൂടെ ജനങ്ങളെ നേർവഴിക്ക് നയിക്കാനാണ് ശ്രമിച്ചത്. ദൈവകഥ പറയുമ്പോഴും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഉന്നമനമായിരുന്നു ലക്ഷ്യം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്കനീ എന്ന് അദ്ദേഹം എഴുതിയത് അന്നത്തെ വരേണ്യ വിഭാഗക്കാരെ ഉദ്ദേശിച്ചാണെന്ന് വ്യക്തം. കാരണം സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ചത് അവരാണല്ലോ.
സാധാരണക്കാർ പട്ടിണിയിലും കഷ്ടപ്പാടിലുമായിരുന്നു. അവരെ ചൂഷണം ചെയ്താണ് നാടുവാഴികളും ജന്മിമാരും ഉയർന്നതെന്ന് അവകാശപ്പെടുന്ന ജാതിക്കാരും സുഖഭോഗങ്ങൾ ഉണ്ടാക്കിയത്. ആധ്യാത്മിക രാമായണത്തിലെ ഇത്തരത്തിലുള്ള സാമൂഹിക അംശങ്ങളെ നാം കാണാതെ പോകരുത്. ഇരുട്ടിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത്. ഏതിരുട്ടിൽ? ജാതീയതയുടെ, ഭോഗാലസതയുടെ, കർമ്മരാഹിത്യത്തിൻ്റെ ഇരുട്ടിൽ. അന്ന് അത് അത്യാവശ്യമായിരുന്നു താനും. അത് ജനങ്ങൾക്ക് വേണമായിരുന്നു. അതുകൊണ്ടാണ് മറ്റു പല രാമായണങ്ങളും അക്കാദമിക് അലമാരകളിൽ വിശ്രമിക്കുമ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണം വീടുകൾ തോറും മനസ്സുകൾ തോറും എത്തിയത്. ബ്രാഹ്മണന് മാത്രമല്ല, ചുടല സൂക്ഷിപ്പുകാരന് വരെ അവകാശപ്പെട്ടതാണ് ദൈവം എന്ന് എഴുത്തച്ഛൻ പ്രഖ്യാപിച്ചു. ഭാഷാ നവീകരണം അഥവാ ഭാഷയുടെ നിലവാരവൽക്കരണം മാത്രമല്ല, ഈ നിലക്കുള്ള സാമൂഹ്യ നവീകരണം കൂടിയാണ് എഴുത്തച്ഛനെ മലയാളിക്ക് പ്രിയങ്കരനാക്കുന്നത്, എഴുത്തച്ഛനെ ഭാഷയുടെ പിതാവാക്കുന്നത്. സംസ്കൃതത്തിന് മാത്രം മാന്യത കൽപ്പിക്കുകയും അത് പഠിക്കാൻ ഉന്നത ജാതിക്കാർക്ക് മാത്രം അവകാശം നൽകുകയും ചെയ്തിരുന്ന കാലത്താണ് സംസ്കൃത പദങ്ങളും മലയാള പദങ്ങളും കലർത്തി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന കാവ്യഭാഷ എഴുത്തച്ഛൻ സൃഷ്ടിച്ചത്. സംസ്കൃതത്തിൽ എഴുതുകയല്ല, സംസ്കൃതത്തെ കൂടി മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്തത്. ഭാഷയുടെ ഈ ജനകീയവൽക്കരണം വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. അത്തരത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന വ്യക്തിത്വമാണ് ശ്രീ NS മാധവൻ. മലയാളത്തിൽ സർഗാത്മകത കൊണ്ട് ഭാവുകത്വ പരിണാമം സാധ്യമാക്കിയ സാഹിത്യകാരന്മാരുടെ നിരയിലാണ് NS മാധവൻ്റെ സ്ഥാനം. ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലും ഹിഗ്വിറ്റ എന്ന കഥയും മതി NS മാധവനെ നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുവാൻ. എന്നാൽ ചൂളൈമേടിലെ ശവങ്ങളടക്കമുള്ള എത്രയോ രചനകൾ വേറെയുമുണ്ട്. എറണാകുളത്ത് നിന്ന് കായൽ കടന്ന് എത്തുന്നിടത്താണ് NS മാധവൻ്റെ ലണ്ടൻ ബത്തേരി എന്ന തുരുത്ത്. അവിടെ കഴിയുന്നവരുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളും ആധുനിക നഗരജീവിത സങ്കീർണതകളുമായി ആ ജീവിതങ്ങൾ രമ്യപ്പെടുന്നതിൻ്റെ സാംസ്കാരിക പ്രശ്നങ്ങളുമൊക്കെയാണ് അതിൽ NS മാധവൻ ആവിഷ്കരിച്ചത്. മട്ടാഞ്ചേരിയും കൊച്ചിയും ഉൾപ്പെടുന്ന ചരിത്രപ്രധാനമായ സ്ഥലങ്ങളുടെ പൂർവകാല സംസ്കൃതികളുടെ സ്പന്ദങ്ങളെ സർഗാത്മകാംവിധം ഒപ്പിയെടുക്കാൻ NS മാധവന് കഴിഞ്ഞു. കോളിളക്കമുണ്ടാക്കിയ സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന മനസ്സിൻ്റെ ഉടമയാണ് NS മാധവൻ എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമുള്ള വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ വംശഹത്യയാണ് കഥയുടെ ജീവതന്തുവും പശ്ചാത്തലവും. NS മാധവൻ്റെ തിരുത്ത്, നിലവിളി, നാലാം ലോകം എന്നീ കഥകൾക്കും രാഷ്ട്രീയമുണ്ട്. വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുങ്ങുന്നത് സ്വാഭാവികം എന്ന് രാജീവ് ഗാന്ധി പറഞ്ഞതാണ് വൻമരങ്ങൾ കുലുങ്ങുമ്പോൾ എന്ന കഥയിലേക്ക് NS മാധവനെ നയിച്ചത് എന്ന് നമുക്കറിയാം. IAS-കാരനായ ഉദ്യോഗസ്ഥ പ്രമുഖനായിരുന്നു NS മാധവൻ. ആ നിലക്കുള്ള ഔദ്യോഗിക ജീവിത സമ്മർദ്ദങ്ങൾക്കിടയിലും സാഹിത്യത്തിൻ്റെ കൈത്തിരി അദ്ദേഹം കെടാതെ സൂക്ഷിച്ചു എന്ന് മാത്രമല്ല ആളിപ്പറത്തുകൂടി ചെയ്തു. നവീന കഥയിലെ ഉണർവിൻ്റെ ഊർജത്തെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്തത്. മനസ്സിനെ ഉടച്ചു വാർക്കുന്നതും ചിന്തകളെ വിമലീകരിക്കുന്നതുമായ മൗലിക സാഹിത്യ സംഭാവനകളാണ് അദ്ദേഹത്തിൻ്റേതായി മലയാളത്തിന് ലഭിച്ചിട്ടുള്ളത്. മലയാളമാകട്ടെ വലിയൊരു സാംസ്കാരിക ചരിത്രം ഉൾക്കൊള്ളുന്ന ഭാഷയാണ്. ഏറെ അഭിമാനിക്കാൻ വകതരുന്ന ഒന്നാണത്. ചിന്തിക്കാനും സ്വപ്നം കാണാനും നമുക്ക് സഹായകമാകുന്ന ഭാഷ. ലോകത്തിൻ്റെ ഏതു ഭാഗത്തുള്ള മലയാളിയും നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ ഭാഷയെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും അഭിമാനിക്കുകയാണ്. ആ അഭിമാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. മലയാളം സ്കൂളുകളിൽ നിർബന്ധമാക്കിയതും ക്ലാസ്സിൽ മലയാളം പറഞ്ഞാൽ
ശിക്ഷ നേരിടേണ്ടി വരുമെന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്തിയതും ഈ സർക്കാരാണ്. സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ച മലയാള ബില്ലിനെ ആവേശത്തോടെയാണ് നാട്ടുകാരും പുറം നാട്ടുകാരുമായ മലയാളികൾ ആകെ കണ്ടത്. ഇംഗ്ലീഷ് അടക്കമുള്ള ഏത് ഭാഷ പഠിക്കുന്നതിനും നമ്മളിതിരല്ല. എന്നാൽ അത് മലയാള ഭാഷയെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ടാകരുത്. ഈയൊരു നിഷ്കർഷ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഭാഷ മുതൽ കോടതി ഭാഷ വരെ തീർത്തും മലയാളമാകേണ്ടതുണ്ട്. മലയാളം ഭരണഭാഷയാക്കുന്ന കാര്യത്തിൽ നമ്മളേറെ മുൻപോട്ട് പോയി. കോടതി ഭാഷ മലയാളമാക്കുന്നത് കോടതിയുടെ കൂടി സഹകരണത്തോടെയേ സാധ്യമാകും. അതിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏത് ഗഹനമായ വിഷയവും കൈകാര്യം ചെയ്യാൻ പ്രാപ്തമാണ് മലയാള ഭാഷ. ആ ഭാഷയെ സംരക്ഷിക്കാനും ശാക്തീകരിക്കാനുമാണ് സർക്കാർ നിയമനിർമ്മാണങ്ങളിലൂടെ ശ്രമിച്ചു പോരുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. സ്ത്രീ പദവിക്ക് വേണ്ടി തൻ്റെ രചനകളിൽ ശബ്ദമുയർത്തിയ മഹാനാണ് എഴുത്തച്ഛൻ. ഋതുവായ പെണ്ണിനും ഇരപ്പനും ദാഹകനുമടക്കം സമൂഹത്തിലെ എല്ലാവർക്കും ലഭ്യമാകേണ്ടതാണ് ഹരിയുടെ നാമം എന്ന് എഴുത്തച്ഛൻ സധൈര്യം പ്രഖ്യാപിക്കുന്നുണ്ട്. വിവർത്തനങ്ങളെങ്കിലും ഇതിഹാസ കൃതികളിൽ പ്രതിഫലിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾക്ക് സവിശേഷ ചൈതന്യം നൽകുന്നതിൽ എഴുത്തച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചതായും കാണാം. സംസ്ഥാന സർക്കാരാകട്ടെ ഒരു പടി കൂടി കടന്ന് സ്ത്രീലിംഗ സർവനാമം ഉപയോഗിച്ച് ഇന്ത്യയിൽ ആദ്യമായി എഴുതപ്പെട്ട നിയമം കേരള നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തു. 2023 കേരള പൊതുജനാരോഗ്യ ആക്റ്റായിരുന്നു അത്. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും മികച്ച സംഭാവനകളർപ്പിച്ച ഗുരുസ്ഥാനീയരായ എഴുത്തുകാരെ ആദരിക്കാൻ 1993 കേരള സർക്കാർ എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഭാഷാപിതാവിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം വളരെ ഉചിതമായ കരങ്ങളിലാണ് എന്നും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെ. ഇത് കേരളീയർക്കാകെ അഭിമാനകരമാണ്. സമകാലിക സംഭവങ്ങളോട് സാഹിത്യകാരൻ പ്രതികരിച്ചാൽ അയാൾക്ക് ഹൃദയച്ചുരുക്കം വന്നു പോകുമെന്നൊന്നും NS മാധവൻ ഭയന്നില്ല. സാമൂഹ്യ ജീവിത പ്രശ്നങ്ങളെ സാഹിത്യത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ എഴുത്തച്ഛൻ്റെ നേർ പിന്മുറക്കാരൻ തന്നെയാണ് NS മാധവൻ എന്ന് പറയാം. വളരെ സന്തോഷത്തോടെ ശ്രീ NS മാധവന് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിച്ചതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ആൻ്റണി രാജു MLA സവിനയം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി, പുരസ്കാര ജേതാവ് ശ്രീ NS, ഏറ്റവും ബഹുമാന്യരെ, ബഹുമാനായ പുരസ്കാര ജേതാവ് ശ്രീ NSന് അഭിനന്ദനങ്ങൾ. സമകാലിക ലോകത്തോടും രാഷ്ട്രീയത്തോടും ഒരു എഴുത്തുകാരൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് NSൻ്റെ പല സൃഷ്ടികളും. ഭാവന എങ്ങനെ ചരിത്രത്തിൽ ഇടപെടുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് NS കൃതികൾ. ചെറുകഥ എന്ന സാഹിത്യ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിയ കഥാകൃത്താണ് NS. മലയാള സാഹിത്യത്തിന് കൂടുതൽ സംഭാവന നൽകാൻ എഴുത്തച്ഛൻ പുരസ്കാരം NSന് പ്രചോദനം നൽകട്ടെ എന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആശംസിക്കുന്നു. നന്ദി. അടുത്തതായി പ്രതിസ്പന്ദമാണ്. ശ്രീ NS മാധവനെ ആദരവോടെ ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, സാംസ്കാരിക വകുപ്പ് മന്ത്രി, ആദരണീയനായ മുഖ്യമന്ത്രി, വേദിയിലെയും സദസ്സിലെയും സഹൃദയരെ, ഈ പുരസ്കാരത്തിന് കേരള സർക്കാരിനോടും ബഹുമാന്യനായ മുഖ്യമന്ത്രിയോടും സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും സാഹിത്യ അക്കാദമിയോടും ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറിയോടും ജൂറി അംഗങ്ങളോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തട്ടെ. 16-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എഴുത്തച്ഛൻ ഭാഷയെ പുതുക്കുമ്പോൾ മലയാളക്കര
വളരെ പ്രക്ഷുബ്ധമായിരുന്നു. ആ കാലത്ത് കൊച്ചിയിൽ കോട്ട കെട്ടി പോർത്തുഗീസുകാർ അവരുടെ ഏഷ്യയിലെ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം നിർമ്മിക്കുകയായിരുന്നു. ആദ്യമായി കോഴിക്കോട് ഇറങ്ങിയ അവർ ആ നാട്ടുകാരെയും കാലാകാലങ്ങളായി അവിടെ വസിച്ചിരുന്ന അറബി മുസ്ലിം വ്യാപാരികളെയും കൊന്നൊടുക്കിയതിന് ശേഷമാണ് കൊച്ചിയിൽ തമ്പടിക്കുന്നത്. പോർത്തുഗീസുകാർ വരുന്നതിന് എത്രയോ മുൻപ് തന്നെ കേരളക്കരയിലെ ജീവിതം വലിയൊരു വിഭാഗം ജനതയ്ക്ക് ദുസ്സഹമായിരുന്നു. നാടുവാഴികൾ, മാടമ്പികൾ, സവർണ പ്രമാണികൾ തുടങ്ങിയവർ പങ്കിട്ടെടുത്ത അന്നത്തെ കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൊടും ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. എത്ര അധ്വാനിച്ചാലും ഒരു തരിമ്പ് ജീവിത സൗഖ്യം വീടായിട്ടോ വസ്ത്രമായിട്ടോ ഭക്ഷണമായിട്ടോ ബഹുഭൂരിപക്ഷം മലയാളികൾക്ക് ആചാരങ്ങളുടെയും കയ്യൂക്കിൻ്റെയും ബലത്തിൽ നിഷേധിക്കപ്പെട്ടിരുന്നു. എഴുത്തച്ഛൻ നാരായം ചലിപ്പിക്കാൻ ഇരുന്നപ്പോൾ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള അക്രമങ്ങൾ കറുപ്പിച്ച കേരളത്തിൻ്റെ ആകാശത്തിൻ്റെ കീഴിലായിരുന്നു. പുറത്തുനിന്ന് നാശം മാത്രമല്ല പോർത്തുഗീസുകാർ വിതച്ചത്. അറബിക്കടൽ കാറ്റിനും മീനിനും പുറമെ കച്ചവടവും ആശയങ്ങളും കൊണ്ടുവന്നു. സഹസ്രാബ്ദങ്ങളായി നിലനിന്നിരുന്ന കടൽ വഴിയുള്ള വ്യാപാരത്തിന് എത്തിയ അറബി വ്യാപാരികളുടെ സാഹോദര്യവും വിശ്വാസ പ്രമാണങ്ങളും മലബാറിലെ അടിച്ചമർത്തപ്പെട്ടവരിൽ പലരെയും അവരുടെ വിശ്വാസങ്ങളിലേക്ക് ആകൃഷ്ടരാക്കി. സമഭാവന വിചാരങ്ങൾ കൂടുതലുള്ള യൂറോപ്പിൽ നിന്നുള്ള ആശയങ്ങളും ക്രിസ്തുമത പ്രചാരകരുമായിട്ടാണ് പോർത്തുഗീസുകാർ എത്തിയത്. കൊച്ചിയിലെ കുപ്പമാടങ്ങളിലും കായലോരങ്ങളിലെ മുക്കുവക്കുളികളിലും നരയിച്ച് ജീവിച്ച് പലരും ശ്വാസം മുട്ടിയിരുന്ന ജാതി വ്യവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി യൂറോപ്പിൽ നിന്ന് വന്നവരിലൂടെ കണ്ടെത്തി. കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ അടിത്തട്ടിലുള്ളവരിൽ സാമൂഹിക മാറ്റത്തിൻ്റെ അലകൾ പരക്കുമ്പോഴാണ് എഴുത്തച്ഛൻ എഴുതാനിരുന്നത്. എഴുത്തച്ഛനെ ഭാഷയുടെ പിതാവ് എന്നതിനൊപ്പം ഒരു കീഴാള കവി എന്നുകൂടി കാണാൻ ചുരുങ്ങിയത് 3 കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായി, മതഗ്രന്ഥങ്ങളും സാഹിത്യവും സംസ്കൃതത്തിലായിരിക്കണമെന്ന് ശാഠ്യമുള്ള ഒരു കാലത്താണ് രാമായണവും മഹാഭാരതവും ജനങ്ങളുടെ ഭാഷയായ മലയാളത്തിൽ എഴുതാൻ അദ്ദേഹം ധൈര്യപ്പെട്ടത്. പുണ്യഗ്രന്ഥങ്ങൾ തങ്ങളുടെ കുത്തകയായി കരുതിയിരുന്നവർക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അരികുപറ്റി കടന്നവർക്കും അവ എഴുത്തച്ഛൻ പ്രാപ്യമാക്കി. ഭാഷയിൽ അദ്ദേഹം ജനാധിപത്യം കൊണ്ടുവന്നു. രണ്ടാമതായി, അന്നത്തെ കർക്കശമായ ജാതി വ്യവസ്ഥയെ അദ്ദേഹം മലയാളത്തിൽ എഴുതുന്നതിലൂടെ അട്ടിമറിച്ചു. ബ്രാഹ്മണ്യത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും ഇടനിലയില്ലാതെ എഴുത്തച്ഛൻ്റെ രചനകളിലൂടെ സാധാരണക്കാർക്ക് ദൈവത്തെ നേരിട്ട് സ്വന്തം ഭാഷയിലൂടെ സമീപിക്കാം എന്നാക്കി. മൂന്നാമതായി, മലയാളത്തെ സാഹിത്യ ഭാഷയായി ഉയർത്തുന്നതിലൂടെ സാംസ്കാരികമായി അദൃശ്യരായി തുടർന്നിരുന്ന കേരളത്തിലെ മധ്യവർഗക്കാർക്കും പാവപ്പെട്ടവർക്കും സ്വത്വം ലഭിക്കുകയുണ്ടായി. ഈ സാംസ്കാരിക ശാക്തീകരണത്തെ അന്നത്തെ സംസ്കൃത പാരമ്പര്യത്തിനും ജാതിയുടെ അടിസ്ഥാനത്തിൽ അറിവ് ലഭിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനും എതിരായുള്ള പ്രതിരോധമായിരുന്നു. എഴുത്തച്ഛൻ്റെ രചനകളിലൂടെ അദ്ദേഹത്തിൻ്റെ കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കാര്യമായി ഒന്നും ലഭിക്കുന്നില്ല. അധിനിവേശകരായി വന്ന് കേരളത്തിലെ കീഴാള ജാതികളുടെ മേൽ മതപരിവർത്തനത്തിനായി കടുത്ത സമ്മർദ്ദം ചെലുത്തിയ പോർത്തുഗീസുകാർക്കെതിരായിട്ടാണോ എഴുത്തച്ഛൻ വ്യക്തിയും ദൈവവുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാൻ
ഉതകുന്ന ഭക്തി എന്ന ആശയം മുന്നോട്ട് വച്ചതെന്ന് നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയാൻ സാധിക്കില്ല. എന്നാൽ മലയാളക്കരയിൽ പോർച്ചുഗീസുകാർ നടത്തിയ അക്രമങ്ങളെയും അറുകൊലകളെയും വിശദമായ ചരിത്രം കേരളത്തിൽ തന്നെ എഴുത്തച്ഛൻ്റെ കാലത്ത് എഴുതപ്പെട്ടു. യമനിൽ വേരുകളുള്ള മലയാളിയായ സൈനുദ്ദീൻ മഖ്ദൂം എന്ന മഹാപണ്ഡിതൻ അറബി ഭാഷയിൽ എഴുതിയ തുഹ്ഫത്തുൽ മുജാഹിദീൻ ഇന്ന് ലോകപ്രസിദ്ധമാണ്. തീർന്നില്ല അറബി ഭാഷയും മലയാളവുമായിട്ടുള്ള ബന്ധം. വട്ടയത്തിനും ഗ്രന്ഥലിപികളിലും കൂടി എഴുത്തച്ഛൻ സമഞ്ജസിച്ച് എഴുത്തച്ഛൻ ആധുനീകരിച്ച മലയാളത്തിന് പുറമെ അറബി ഭാഷയിലും മലയാളം എഴുതപ്പെട്ടു. മലയാളത്തിലെ ചില വ്യഞ്ജനങ്ങളും സ്വരങ്ങളും സ്വീകരിക്കാൻ ഉതകുന്ന രീതിയിൽ ആ ഭാഷയിൽ മാറ്റം കൊണ്ടുവന്നു. മഹാകവി മോയിൻകുട്ടി വൈദ്യരും മറ്റു കവികളും അറബ് മലയാളത്തെ സമ്പുഷ്ടമാക്കി. അങ്ങനെ നമ്മുടെ ഭാഷയ്ക്ക് എല്ലാ വൈവിധ്യങ്ങളും സ്വീകരിക്കുന്ന, ഒന്നിനെയും മാറ്റി നിർത്താനാകാത്ത ഒരു വ്യക്തിത്വവും ഉദാരതയും കൈവന്നു. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം തിന്മയുടെ മേൽ നന്മയുടെ ജയത്തിൻ്റെ സർവലൗകികമായ ഒരു സാഹിത്യകൃതിയായി കണ്ട് പിരാന്തൻ എന്ന് വിളിപ്പേരുള്ള ഹസൻകുട്ടി രചിച്ച മാപ്പിള രാമായണം അദ്ദേഹം തന്നെ മലബാറിൽ പാടി നടന്നു. അതിൽ രാമൻ ലാമനും രാവണൻ ലാവണനുമാണ്. നമ്മുടെ ഗദ്യം രൂപപ്പെട്ടതിൽ മലയാള ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കായംകുളം ഫിലിപ്പോസ് റമ്പാനും പുലിക്കോട്ടിൽ ജോസഫ് ഇട്ടൂപ്പും കൂടി 1811 ആദ്യമായി ബൈബിൾ സിറിയാക്ക് ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്യുന്നു. മലയാളം തമിഴും കലർന്ന മിശ്രഭാഷയാണ് ഉപയോഗിച്ചത്. അതിനുശേഷം ഹെർമൻ ഗുണ്ടർ, ബെഞ്ചമിൻ ബെയ്ലി തുടങ്ങിയ വിദേശ പാതിരിമാരും ബൈബിൾ വിവർത്തനത്തിൽ വ്യാപൃതരായി. ഭാഷയ്ക്ക് അനേകം പദങ്ങളും പ്രയോഗങ്ങളും സംബന്ധിച്ച ബൈബിൾ മലയാള ഗദ്യത്തിലെ നാഴികക്കല്ലാണ്. പൊയ്കയിൽ അപ്പച്ചൻ അഥവാ യോഹന്നാൻ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തെ പകുതിയിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും സാഹിത്യത്തിൽ ദളിതരുടെ കഥ പറഞ്ഞു. എന്നാൽ തുടർന്നുള്ള കാലത്ത് സവർണാഖ്യാനങ്ങളുടെ അതിപ്രസരത്തിൽ കേൾക്കാതെ പോയ ദളിതരുടെ ശബ്ദം അടുത്ത കാലത്താണ് വീണ്ടെടുക്കാൻ ശ്രമങ്ങൾ തുടങ്ങുന്നത്. പൗരാണിക കാലം മുതൽ തമിഴിൽ സ്ത്രീ സാഹിത്യമുണ്ടായിരുന്നെങ്കിലും മലയാളത്തിൽ അതെത്താൻ 20-ാം നൂറ്റാണ്ട് വരെ കാത്തിരുന്നു. ഇന്ന് അതിശക്തരായ എഴുത്തുകാരികളുടെ സാന്നിധ്യത്തിൽ മലയാള സാഹിത്യം ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നു. കടൽ നൂറുകണക്കിന് പുഴകളിൽ നിന്ന് വെള്ളം സ്വീകരിക്കുന്നു. വെള്ളം സ്വീകരിക്കുന്നു. അതിൻ്റെ സഹിഷ്ണുതയാണ് അതിൻ്റെ മഹത്വം എന്നൊരു ചൈനീസ് കവി, വളരെ പ്രസിദ്ധനായ ചൈനീസ് കവി 18-ാം നൂറ്റാണ്ടിൽ എഴുതിയത് നമ്മുടെ ഭാഷയ്ക്കും ബാധകമാണ്. സംസ്കൃതം, പേർഷ്യൻ, അരാമിക്, സുറിയാനി, അറബിക്, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് തുടങ്ങി എത്ര ഭാഷകളിൽ നിന്ന് നാം വാക്കുകൾ സ്വീകരിച്ചു. വിവേചനത്തിൻ്റെ തത്വശാസ്ത്രമായ ശുദ്ധിയെ മലയാളം അവഗണിച്ചു. പകരം കലർപ്പിൻ്റെ ഊർജത്തിൽ ഭാഷ വളർന്നു. ഒന്നും മാറ്റി നിർത്താതെ കൈവഴിയായി എത്തുന്ന വൈവിധ്യത്തെ സ്വീകരിക്കുന്ന മഹത്തായ സഹിഷ്ണുത പുലർത്തുന്ന മലയാളത്തിൽ എഴുതാൻ കഴിഞ്ഞതിലും സമ്മാനിതനായതിലും എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. ഇത് സാധ്യമാക്കിയ എല്ലാവർക്കും എൻ്റെ ഉള്ളിൽ നിന്ന് നന്ദി. നമസ്കാരം. ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിന് നന്ദി പറയുന്നതിന് വേണ്ടി കേരള സാഹിത്യ അക്കാദമിയുടെ ബഹുമാന്യനായ സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ മാഷിനെ സവിനയം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, മുപ്പത്തിമൂന്നാം എഴുത്തച്ഛൻ പുരസ്കാരം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്.
നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ NS മാധവൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്ന് പുരസ്കാരം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 പ്രഗത്ഭരായ ജൂറിമാരാണ് ഈ അവാർഡ് നിശ്ചയിച്ചത്. മെമ്പർ സെക്രട്ടറിയായി സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയും ഉണ്ടായിരുന്നു. ഡോക്ടർ SK വസന്തൻ, ഡോക്ടർ TK നാരായണൻ, ഡോക്ടർ മ്യൂസ് മേരി എന്നിവരായിരുന്നു ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ആ കമ്മിറ്റിയുടെ യോഗങ്ങളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. NS മാധവൻ്റെ പേര് സ്വയമേവ ഉയർന്നു വരികയും എല്ലാവരും ആ പേര് അംഗീകരിക്കുകയുമാണ് ഉണ്ടായത്. സാധാരണ കഴിഞ്ഞ 2-3 എഴുത്തച്ഛൻ പുരസ്കാര വേദികളിൽ ഞാൻ പങ്കെടുത്തിരുന്നത് കൊണ്ട് എനിക്കറിയാം മറ്റഭിപ്രായങ്ങൾ കൂടി ഉണ്ടാവാറുണ്ട്. ഇത്തവണ വേറൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഐകകണ്ഠ്യേനയാണ് NS മാധവൻ എഴുത്തച്ഛൻ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ്. എൻ്റെ ദൗത്യം കൃതജ്ഞത രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പുരസ്കാര സമർപ്പണം നടത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ്. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ഇവിടെ പ്രശസ്തി പത്രം വായിച്ചത് ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി ശ്രീമതി ശാരദ മുരളീധരൻ IAS ആണ്. അവർക്ക് നന്ദി അറിയിക്കുന്നു. ആശംസാ പ്രസംഗം നടത്തിയിട്ടുള്ള ആൻ്റണി രാജു MLAക്കും സ്വാഗതം ആശംസിച്ച സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ ശ്രീമതി ദിവ്യ S. അയ്യർക്കും നന്ദി അറിയിക്കുന്നു. ഇവിടെ വന്ന് പുരസ്കാരം സ്വീകരിക്കാൻ സന്നദ്ധത കാട്ടിയ എൻ്റെ പ്രിയപ്പെട്ട കഥാകൃത്ത് NS മാധവനും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. ഈ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഇവിടെ സമാപിച്ചതായി അറിയിക്കുന്നു.